സാറിന് ഉറപ്പുണ്ടോ അവരെന്റെ ശത്രുക്കളാണ്? പടം എന്തായാലും കേറി കൊളത്തിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഭാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലല്ലേ. ഫ്ലാഷ് ബാക്ക് നോർമൽ കഥയുടെ ഒരു ഫാമിലി. നമ്മൾ ഈ വയലൻസ് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ സിനിമയിൽ പ്രത്യേകിച്ച് ഭയങ്കര സംഭവം കഥ എന്ന് പറഞ്ഞാൽ വെരി നോർമൽ ഫാമിലി കാണിച്ചേട്ടാ, നമ്മളൊരു കളി കളിക്കാൻ പോവാ. എന്ത് കളി? അത് പറയാം, കൂടെ കാണാം. ശരി. എനിക്ക് തോന്നുന്നത് അറിയാം, ഇവൻ തലേ ദിവസം ഫുള്ള് കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് പൊട്ടണേ പൊട്ടണേ പടം പൊട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ആ ഒരു ഇതിനു വേണ്ടി നിൽക്കുകയായിരിക്കും. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? ആ മുഖത്തുണ്ട്. കാരണം പടം കേറി കൊളത്തുകയും ചെയ്തു. അവന്റെ മുഖത്തനുണ്ടല്ലോ ആകെ ഒരു നിരാശയും പ്ലസ് ആ ഒരു സംഭവമാണ് അവന്റെ മുഖത്തുണ്ടായിരുന്നത്. പാസം, സെന്റിമെന്റ്സ്, പാസം, അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഞാൻ വെരി പ്രഡിക്റ്റബിൾ. ഇത്തിരി ഉളുപ്പ് ഉണ്ടായിക്കൂടെ സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് യൂട്യൂബർ? ലേശ ഉളുപ്പുണ്ടോ എനിക്ക്? പാസം, സെന്റിമെന്റ്സ്, പാസം, അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഞാൻ വെരി പ്രഡിക്റ്റബിൾ. നിനക്കൊക്കെ വേറെ ഒരു പണിയില്ലേടാ, യൂസ്ലെസ് ഫെല്ലോസ്. സംഭവം ശരിയാണ്. നിനക്ക് പ്രശ്നം ഉണ്ടാവും, നിന്നെ കുറെ തെറി വിളിച്ചു, അതൊക്കെ ഇങ്ങനെ കേട്ടുന്ന് നീ അത് കണ്ടന്റ് ആക്കി. എന്നാലും ആ ഒരു വ്യക്തിയുടെ, അതായത് ഒരു സ്റ്റാർഡമുള്ള ഒരു നായകന്റെ ഒരു ഭിക്ഷയല്ലേ നിന്റെ ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കണ്ടേ സായി കൃഷ്ണ? ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? ഒന്നുമില്ലല്ലോ, നിനക്ക് കിട്ടുള്ള പകുതി ഫോളോവേഴ്സും ആ ഒരൊറ്റ നിന്റെ എന്താ പറയാ അന്നത്തെ ഒരു കോളോട് കൂടി കിട്ടിയിട്ടുള്ളതാണ്. അത് ഉണ്ണി മുകുന്ദന്റെ ഭിക്ഷ എന്ന് തന്നെ പറയാം. പിച്ചക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവന്. ഉണ്ണി മുകുന്ദനെ പോലെ ഒരു സ്റ്റാർഡമുള്ള ഒരു നടൻ നിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞാൽ തന്നെ നിന്റെ ലൈഫിലൊരു വലിയൊരു നിമിത്തമായിരുന്നു അത്. എന്നിട്ടും നിന്റെ ഫ്രസ്ട്രേഷൻ തീരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് തോന്നിയത്. ഇതിനാണ് ഈ കുത്തിക്കഴപ്പെന്ന് പറയണത്. ഒന്നാമത് നിന്നെ എല്ലാവർക്കും മനസ്സിലായി. പിന്നെ നീ കണ്ടന്റ് പറയുന്നതിന്റെ ഇടയിൽ കൂടെ നിന്റെ കമന്റ് ഒക്കെ ഒന്ന് ഇടയ്ക്ക് തുറന്നു നോക്കുക. ഇവിടെ പിള്ളേര് വായിച്ച് ചിരിക്കുകയാണ് തെറിയുടെ അഭിഷേകം കേട്ടിട്ട്. ഏയ് എന്താ ഇത്? അടി കൊണ്ടത് എനിക്കല്ലേ, പാക്കരെന്തിനാ കരയണേ? ടേക്ക് ഇറ്റ് ഈസി. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. ഓഹോ, കൊലച്ചിരിയായിരുന്നല്ലേ? അതായത് ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രൊഡ്യൂസർ ഉള്ള ഒരു സ്റ്റാർഡമുള്ള ഒരു മാർക്കറ്റിംഗ് വാല്യൂ ഉള്ള ഒരു നായകനും നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ഒരു കാറിനുള്ളിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു യൂട്യൂബറും മാത്രമാണ്. നീ 7 ജന്മം എടുത്താലും പണ്ട് ഉണ്ണി മുകുന്ദന്റെ ഫസ്റ്റ് സിനിമയായ മല്ലു സിംഗിലെ ഒരു സീന് റീൽസിൽ പോലും ചെയ്ത് ഇമേജ് ഉണ്ടാക്കാൻ നിനക്ക് പറ്റില്ല. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്നാ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. നിനക്ക് പറ്റുന്നത് ഇതുപോലെ വാഗുണ്ട അലട്ടി ഈ പരിപാടിയെ പറ്റുള്ളൂ. അതാണ് നിങ്ങൾ തമ്മിലുള്ള ഉണ്ണി മുകുന്ദനും സീക്രട്ട് ഏജന്റും തമ്മിലുള്ള ഡിഫറൻറ്റ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ.